അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ച. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് എസ് മുരളീധരനെ സ്ഥലം മാറ്റാൻ കേന്ദ്ര സർക്കാർ തുടർച്ചയായി സമ്മർദ്ദം ചെലുത്തിയെന്ന് അക്കാലത്ത് സുപ്രീം കോടതി കൊളീജിയത്തിൽ ഉണ്ടായിരുന്ന ജസ്റ്റിസ് മദൻ ബി ലോകൂർ വെളിപ്പെടുത്തി. സർക്കാരിന്റെ ആവശ്യത്തെ എതിർത്തുകൊണ്ടിരുന്ന താനും ജസ്റ്റിസ് AK സിക്രിയും വിരമിച്ച ശേഷം 2020 ജസ്റ്റിസ് മുരളീധറിന്റെ സ്ഥലമാറ്റം നടപ്പായതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇൻകംപ്ലീറ്റ് ജസ്റ്റിസ് സുപ്രീം കോർട്ട് അറ്റ് 75 എന്ന പുസ്തകത്തിൽ എഴുതിയ ലേഖനത്തിലാണ് ജസ്റ്റിസ് ലോകൂറിന്റെ വെളിപ്പെടുത്തൽ. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേടെന്ന് രാഹുൽ ഗാന്ധി. ബോധ്ഗയയിലെ നിഡാനി ഗ്രാമത്തിലെ 947 വോട്ടർമാരുടെ പേരുകൾ ഒരൊറ്റ വീട്ടു നമ്പറിൽ രേഖപ്പെടുത്തിയെന്ന് അദ്ദേഹം ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാട്ടിയ അത്ഭുതമെന്ന് പറഞ്ഞാണ് സമൂഹമാധ്യമമായ എക്സിലൂടെ പുതിയ ആരോപണം കോൺഗ്രസ് ഉയർത്തിയത്. ബൂത്ത് ലെവൽ ഓഫീസർ വീട് തോറും പരിശോധന നടത്തുന്നതല്ലേ എന്നും പിന്നെ എങ്ങനെയാണ് യഥാർത്ഥ വീട്ടു നമ്പറുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതെന്നും ചോദിച്ച കോൺഗ്രസ് ആർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതെന്നും ചോദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ ഇടിവെന്ന് സർവേ റിപ്പോർട്ട്. ഓഗസ്റ്റിൽ നടത്തിയ ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഈ വർഷം ഫെബ്രുവരിയിൽ നടത്തിയ സമാന സർവേയിൽ മോദിയുടെ പ്രകടനം മികച്ചത് എന്ന് അഭിപ്രായപ്പെട്ടത് 62% പേരായിരുന്നു. എന്നാൽ ഓഗസ്റ്റിലെ സർവേയിൽ ഇത് 58% കുറഞ്ഞു. 52.4% ആളുകളാണ് NDAയുടെ പ്രകടനം മികച്ചതാണെന്ന് ഇപ്പോൾ വിലയിരുത്തിയത്. ഫെബ്രുവരിയിൽ നടത്തിയ സർവേയിൽ ഇത് 62.1%. ബീഹാറിൽ നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ പരിപാടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമ്മയ്ക്കുമെതിരെ അപകീർത്തിപരമായ വാക്കുകൾ ഉപയോഗിച്ചതിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അപലപിച്ചു. രാഹുൽ ഗാന്ധിക്ക് ലജ്ജയുണ്ടെങ്കിൽ മോദിജിയോടും അദ്ദേഹത്തിന്റെ അമ്മയോടും ഈ രാജ്യത്തെ ജനങ്ങളോടും മാപ്പ് പറയണമെന്നും ദൈവം എല്ലാവർക്കും നല്ല ബുദ്ധി നൽകട്ടെയെന്നും അമിത് ഷാ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്രയ്ക്കിടെ ചില കോൺഗ്രസ് പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ അമ്മയ്ക്കുമെതിരെ മോശം വാക്കുകൾ ഉപയോഗിച്ചതാണ് വിവാദങ്ങൾക്ക് കാരണമായത്. അതേസമയം സത്യവും അഹിംസയും വിജയിക്കുമെന്നും അസത്യത്തിനും അക്രമത്തിനും അവയ്ക്ക് മുന്നിൽ നിൽക്കാൻ കഴിയില്ലെന്നും എത്ര വേണമെങ്കിലും അടിക്കുകയും തകർക്കുകയും ചെയ്യാം, ഞങ്ങൾ സത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കുന്നത് തുടരുമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമ്മയ്ക്കുമെതിരെ അപകീർത്തിപരമായ വാക്കുകൾ ഉപയോഗിച്ചതിനെതിരെ BJP ബീഹാറിൽ നടത്തുന്ന പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയിരുന്നു. രാഹുൽ ഗാന്ധിക്ക് കീഴിൽ കോൺഗ്രസ് അഴിമതിയും നുണയും ചൂഷണവും നിറഞ്ഞൊരു പാർട്ടിയായി അധപ്പതിച്ചിരിക്കുന്നുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. പ്രധാനമന്ത്രിയുടെ അമ്മയെ അപമാനിക്കുന്നതിലൂടെ ആ പാർട്ടി രാഷ്ട്രീയമായി എത്രമാത്രം തരം താണിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണെന്നും രാജ്യത്തെ മറ്റനേകം അമ്മമാരെ പോലെ വലിയ ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും സഹിച്ചാണ് ആ അമ്മയും തന്റെ മക്കളെ വളർത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ A ഗ്രൂപ്പ് യോഗം ചേർന്നതായി റിപ്പോർട്ട്. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രന്റെ വീട്ടിലായിരുന്നു യോഗം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് വീണ്ടും എങ്ങനെ എത്തിക്കുമെന്നായിരുന്നു യോഗത്തിലെ ചർച്ച. വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും അസോസിയേഷനുകളുടെയും പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കാനാണ് A ഗ്രൂപ്പിന്റെ നീക്കം. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ പാലക്കാട് നടന്ന യോഗത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സംഘടന ഉചിതമായ തീരുമാനമെടുത്തു. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകുന്നതടക്കം ആലോചിച്ച് ചെയ്യുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂരിൽ ഭവന സന്ദർശന പരിപാടിക്കിടെയാണ് KPCC പ്രസിഡന്റിന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് തിരിച്ചെത്തിക്കാൻ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ A ഗ്രൂപ്പ് യോഗം ചേരുന്നുവെന്ന വാർത്തയ്ക്ക് പിന്നാലെ പ്രതികരണവുമായി BJP നേതാവ് പത്മജ വേണുഗോപാൽ. നമുക്കുമുണ്ട് സുഹൃത്തുക്കളെന്നും, പക്ഷേ കാഞ്ചനയ്ക്ക് മൊയ്തീനോട് ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ആത്മബന്ധമാണല്ലോ ഷാഫിക്ക് രാഹുലിനോടുള്ളതെന്നും ബ്ലാക്ക്മെയിൽ ഒന്നും അല്ലല്ലോ അല്ലേ എന്നും പത്മജ ചോദിച്ചു.
യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി ഉപയോഗിച്ചെന്ന കേസിൽ അന്വേഷണം വേഗത്തിലാക്കി ക്രൈംബ്രാഞ്ച്. ഇതുമായി ബന്ധപ്പെട്ട് അടൂരിലെ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തി. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ പത്തനംതിട്ട സ്വദേശികളായ 5 പേരാണ് പ്രതികൾ. Pulimutil Silks presents Unskippable Onam Collections. Starts at just ₹299. സംസ്ഥാനത്തെ കനിവ് 108 ആംബുലൻസ് സർവീസ് നടത്തി വന്ന GVK EMRIക്ക് സർക്കാർ വക ഉപകാര സ്മരണയെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. 2 സംസ്ഥാനങ്ങളിൽ ശിക്ഷാ നടപടി നേരിട്ട വിവരം മറച്ചുവെച്ചതിന് സാങ്കേതിക ടെൻഡർ പരിശോധനാ വേളയിൽ പുറത്താകേണ്ട കമ്പനിയെ രേഖകൾ പരിശോധിക്കാതെ പരിഗണിച്ചത് 2019 ലഭിച്ച 250 കോടിയുടെ കമ്മീഷൻ സ്മരണയെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. സംസ്ഥാനത്ത് അനർഹമായി മുൻഗണനാ റേഷൻ കാർഡ് ഉപയോഗിച്ചവർക്കെതിരെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നടപടി. 1.5 വർഷത്തിനിടെ പിഴ ഈടാക്കിയത് 9.63 കോടി രൂപ. 1.31 ലക്ഷം റേഷൻ കാർഡ് ഉടമകളാണ് അനർഹമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതായി കണ്ടെത്തിയത്. പിഴ ഈടാക്കിയതിനു പുറമെ ഇവരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു. പൊതുവിതരണ ഉപഭോക്തൃ കാര്യ കമ്മീഷണറുടെ ഓഫീസിൽ നിന്നുള്ള വിവരാവകാശ രേഖ പ്രകാരമാണ് ഈ കണക്ക്. താമരശ്ശേരി ചുരത്തിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. സ്ഥലത്ത് കൂടുതൽ പരിശോധനകൾ വേണമെന്നാണ് കളക്ടർ പ്രതികരിച്ചത്. നേരത്തെ കളക്ടർ സംഭവസ്ഥലം സന്ദർശിക്കാത്തതിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ കാര്യങ്ങൾ അറിയുന്നുണ്ടായിരുന്നെന്നും സബ് കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നുവെന്നും ഒരു സിസ്റ്റമായാണ് പ്രവർത്തിക്കുന്നതെന്നും കളക്ടർ വ്യക്തമാക്കി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി കോടതി തള്ളി. നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസ് തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് മാറ്റി. കേസിൽ ഇരുവിഭാഗങ്ങളുടെയും വിശദമായ വാദം കോടതി കേട്ടിരുന്നു. അതിനുശേഷം ഇന്നത്തേക്ക് വിധി പറയാൻ മാറ്റുകയായിരുന്നു. ഇന്ന് കേസ് പരിഗണിച്ച കോടതി നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം തള്ളുകയായിരുന്നു. ചാർധാം തീർത്ഥാടന യാത്രയുമായി ഇന്ത്യൻ റെയിൽവേ. AC ടൂറിസ്റ്റ് ട്രെയിനിൽ 17 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ഇന്ത്യൻ റെയിൽവേ സംഘടിപ്പിക്കുന്നത്. 8157 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കുന്ന യാത്ര സെപ്റ്റംബർ 5 ദില്ലിയിലെ സഫ്ദർജംഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. സ്വകാര്യ ബസ്സുകളിൽ മോട്ടോർ വാഹന വകുപ്പ് കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ ശരിവെച്ച് ഹൈക്കോടതി. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗവും മത്സരയോട്ടവും നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ബസിന്റെ മുൻപിലും പിൻപിലും ഉള്ളിലും ക്യാമറ, വാഹനം എവിടെ എത്തിയെന്ന് കൃത്യമായി അറിയാൻ കഴിയുന്ന ജിയോ ഫെൻസിംഗ് സംവിധാനം എന്നിവ വേണമെന്ന നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി ശരിവെച്ചിരിക്കുന്നത്. ഓണക്കാലത്ത് നാട്ടിലെത്താൻ ആഗ്രഹിക്കുന്ന മലയാളികളുടെ യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം പ്രഖ്യാപിച്ച് KSRTC. ബംഗളൂരുവിൽ നിന്നും മൈസൂരുവിൽ നിന്നും നാട്ടിലേക്ക് പ്രഖ്യാപിച്ച സർവീസുകൾ ഇന്നു മുതൽ ഓടിത്തുടങ്ങും. പുതുതായി KSRTCയുടെ ഭാഗമായി മാറിയ പ്രീമിയം ബസ്സുകൾ മുതൽ സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ വരെ ഇക്കൂട്ടത്തിലുണ്ട്. കൊട്ടാരക്കര, തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം, ആലപ്പുഴ, കോട്ടയം ഡിപ്പോകളിലേക്ക് അധിക സർവീസുകൾ ഉണ്ടാകും. നിലവിൽ ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന 49 ഷെഡ്യൂളുകൾക്ക് പുറമെയാകും ഈ ബസ്സുകളുടെ സർവീസ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നാളെ. ആലപ്പുഴ പുന്നമടക്കായലിൽ നാളെ നടക്കാനിരിക്കുന്ന വള്ളം കളിക്കായുള്ള ട്രാക്കുകൾ വേർതിരിക്കുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. നാളെ രാവിലെ 11 മണിക്കാണ് വള്ളംകളി ആരംഭിക്കുക. 2 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ആദ്യം നടക്കുക ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സാണ്. തുടർന്ന് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സും ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളും നടക്കും. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFEയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര. വാരണാസിയിലെ ഗ്യാൻവാബി പള്ളിയും മധുരയിലെ
ഈദ്ഗാഹും ഹിന്ദുക്കൾക്ക് നൽകണമെന്ന ആവശ്യത്തെ RSS പിന്തുണയ്ക്കുന്നുവെന്ന് തലവൻ മോഹൻ ഭാഗവത്. ഈ സ്ഥലങ്ങൾക്കായുള്ള ഏത് പ്രസ്ഥാനവുമായും സഹകരിക്കാൻ സംഘ സ്വയം സേവകർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും മറുവിഭാഗത്തിന് അവരുടെ അവകാശവാദങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് പ്രതികരിക്കാമെന്നും ഭാഗവത് പറഞ്ഞു. ദുരൂഹതകൾ നിറഞ്ഞ ധർമ്മസ്ഥല കേസിൽ വഴിത്തിരിവ്. ധർമ്മസ്ഥല ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് മഹേഷ് ഷെട്ടി തിമരോടിക്കെതിരെ കേസിലെ നിർണായക സാക്ഷിയായ ചിന്നയ്യയുടെ മൊഴി. തലയോട്ടി നൽകിയത് തിമരോടിയാണെന്നാണ് ചിന്നയ്യയുടെ മൊഴി. തലയോട്ടി എടുത്തത് തിമരോടിയുടെ റബ്ബർ തോട്ടത്തിൽ നിന്നായിരുന്നു. ഈ ഭാഗത്തെ മണ്ണ് പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചു. തലയോട്ടിയിലെ മണ്ണുമായി ഇത് ഒത്തുനോക്കും. തമിഴ്നാട്ടിൽ BJP നേതാവിന്റെ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തി. തമിഴ്നാട്ടിലെ ശിവഗംഗയിലാണ് സംഭവം. BJP വ്യാപാരി വിഭാഗം ജില്ലാ നേതാവായ സതീഷ് കുമാറാണ് കൊല്ലപ്പെട്ടത്. സംഭവം രാഷ്ട്രീയ കൊലപാതകമല്ലെന്നും വ്യക്തിപരമായ തർക്കങ്ങളാണ് കൊലപാതകത്തിന് പിന്നിലെന്നുമാണ് പോലീസ് പറയുന്നത്. ഒളിവിൽ പോയ പ്രതികൾക്കായി തിരച്ചിൽ തുടങ്ങിയെന്നും ഉടൻ അറസ്റ്റുണ്ടാകുമെന്നും പോലീസ് പറയുന്നു. ജാതിയുമായി ബന്ധപ്പെട്ട ദുരഭിമാന കൊലകൾ തടയാൻ പ്രത്യേക നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് വിജയിയുടെ തമിഴക വെട്രി കഴകം സുപ്രീം കോടതിയിൽ. നിലവിലുള്ള നിയമവ്യവസ്ഥകൾ അപര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയിരിക്കുന്നത്. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ വോട്ടർമാരുടെ തിരിച്ചറിയൽ രേഖകളിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകദേശം 3 ലക്ഷം വോട്ടർമാർക്ക് നോട്ടീസുകൾ നൽകി. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ സമയത്താണ് ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. ബംഗ്ലാദേശ്, നേപ്പാൾ തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ളവരും മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചിലരും ഇന്ത്യൻ വോട്ടർ തിരിച്ചറിയൽ കാർഡുകൾ കൈവശം വച്ചിരിക്കുന്നുവെന്ന് നിരവധി കേസുകളിൽ കണ്ടെത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിച്ചു. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എതിർപ്പുകൾ സമർപ്പിക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് RJD ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നൽകിയ ഹർജികൾ തിങ്കളാഴ്ച പരിഗണിക്കും. എതിർപ്പുകളും അവകാശവാദങ്ങളും സമർപ്പിക്കാൻ അടുത്ത മാസം 1 വരെ സമയം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹർജികൾ. ഹർജി പരിഗണിക്കുവാനുള്ള സമ്മതം ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ 50% പിഴശിക്ഷ തീരുവയെ നേരിടാനും ഏത് തരത്തിലുള്ള ഭീഷണിയെയും നേരിടാനും ഇന്ത്യ ഐക്യപ്പെടേണ്ടതുണ്ടെന്ന് മാരുതി സുസുക്കി ഇന്ത്യയുടെ ചെയർമാൻ RC ഭാർഗവ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന കമ്പനിയുടെ 44ാമത് വാർഷിക പൊതുയോഗത്തിൽ ഓഹരി ഉടമകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് RC ഭാർഗവ ട്രംപിനെതിരെ തുറന്നടിച്ചത്. അമേരിക്കയിലെ ഏറ്റവും പഴക്കമേറിയ ദിനപത്രം അച്ചടി നിർത്തുന്നു. ദി അറ്റ്ലാന്റ ജേണൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പത്രമാണ് അച്ചടി നിർത്തി ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറുന്നത്. 2025 ഡിസംബർ 31 ശേഷം പത്രത്തിന്റെ അച്ചടി നിർത്തുമെന്ന് അറ്റ്ലാന്റ ജേണൽ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയിച്ചു. 1868 പത്രം ആരംഭിച്ചത്. 157 വർഷമായി ജോർജിയയിൽ നിന്നാണ് പത്രം പ്രസിദ്ധീകരിക്കുന്നത്. 2026 ജനുവരി 1 പൂർണ്ണമായും ഒരു ഡിജിറ്റൽ വാർത്താ മാധ്യമമായി മാറുമെന്നും അധികൃതർ അറിയിച്ചു. ശ്രീശാന്തിനെ ഹർഭജൻ സിംഗ് തല്ലുന്ന വീഡിയോ പുറത്തുവിട്ട് മുൻ IPL ചെയർമാനായ ലളിത് മോദി. 18 വർഷത്തിന് ശേഷമാണ് ഇതുവരെ ആരും കാണാത്ത ഈ വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 2008 IPLന്റെ കന്നി സീസണിൽ മുംബൈ ഇന്ത്യൻസ് താരമായിരുന്ന ഹർഭജൻ സിംഗ് അന്നത്തെ കിങ്സ് 11 പഞ്ചാബ് താരമായിരുന്ന ശ്രീശാന്തിന്റെ മുഖത്തടിക്കുകയായിരുന്നു. ഇത് വിവാദമായതോടെ ഹർഭജനെ IPLലെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ നിന്ന് വിലക്കുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.